ഗംഭീര ഒരു പെർഫോമൻസ് ആയിരുന്നു, വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. മൊത്തത്തിൽ ഈ ഒരു ആംബിയൻസ് എന്ന് ഒരു നമ്മൾ ഈ മുത്തശ്ശി കഥയൊക്കെ കേട്ട് വായിക്കുന്ന ആ ഒരു ഫീലിലേക്ക് നമ്മുടെ എൻറ്റയർ ഈ സെറ്റ് മാറി. താങ്ക് യു ശ്വേതാജി. സ്മിഷ. യെസ് മാം. പിങ്കി കുട്ടി എന്തു പറ്റി വാവേ? ഹാപ്പി ചെയ്തതിന്റെ ഒരു ഹാപ്പിനെസ്. അവൾ ഏതൊരു പെർഫോമൻസ് ചെയ്താലും ഹാപ്പി ആണെങ്കിൽ അവൾ കരയും. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, പറയാൻ വേണ്ടി പറയല്ല. പിങ്കി മഹാലക്ഷ്മി കുട്ടി, ശ്വേതാജി വിളിക്കുന്ന അമ്മേനെ ഞാൻ നോക്കിയില്ല. ഞാൻ പിങ്കി കുട്ടീന്റെ എക്സ്പ്രഷനും പിങ്കി കുട്ടീന്റെ ആ ഓരോരോ പൊസിഷനിങ്ങും ആ ഒരു ഇതെല്ലാം ഞാൻ നോക്കേണ്ടായിരുന്നു. എന്താ, ഹൗ ഓൾഡ് ആർ യു ബേബി? 5 years old. 5 ഓ, ഇത്തിരി ചെറിയ വാവ. ഇത്ര നല്ല കറക്റ്റ് ടൈമിങ്ങിലെല്ലാം പിടിച്ചു. കൊറേ റിഹേഴ്സൽ ചെയ്തുവോ? പ്രാക്ടീസ് എത്ര ദിവസം ചെയ്തു? കൊറേ ദിവസം ചെയ്തോ? അതിന്റെ നന്നായിട്ട് മോൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. വലിയൊരു കൈയടി നമ്മൾ എല്ലാരും പിങ്കി കുട്ടിക്ക് കൊടുക്കാം. പിങ്കി കുട്ടിക്ക്. അതെ, പിങ്കി കുട്ടി എന്തിനാ കരയണ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓ, മറ്റേ സന്തോഷം കൊണ്ടല്ലേ? സന്തോഷം കൊണ്ട് എന്റെ കണ്ണ് നിറഞ്ഞു പോയി, അതാണോ ഈ കവിതയുടെ പേര്? ആണോ? അയ്യോ. ഇനി എന്താ ശ്വേതാജിയോട് എന്താ പറയാനുള്ളത്? എന്തെങ്കിലും പറയണോ? അമ്മയോട് എന്തെങ്കിലും പറയണോ? അപ്പൊ സ്മിഷ ചേച്ചി, ഈ ഒരു പെർഫോമൻസ് ശ്വേതാജി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, ഞാനും നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു. അപ്പം ഇങ്ങനെ ഒരു സ്റ്റോറി എടുക്കാനുണ്ടായ ആ ഒരു ഐഡിയയും ഗംഭീരമായി. നമ്മൾ ആരും ചിന്തിക്കാത്ത ഒരു ഇമോഷൻ, അതെ, ഭൂതത്തിന്റെ ഒരു ഇമോഷനാണ് ഇന്ന് ഇവിടെ പ്ലേ ചെയ്തത്. പിന്നെ ശ്വേതാജിക്ക് അറിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. സ്മിഷ ചേച്ചി ഇവിടെ ഇങ്ങനെ ഭയങ്കര ഹാപ്പിയായി പോസിറ്റീവായി നമ്മളൊക്കെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ നിൽക്കുന്ന ഒരാളാണ്. അപ്പം ചേച്ചിക്ക് ചെറിയതായിട്ട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ സർവൈവർ ആണ്. ഐ എം നോട്ട് ക്യാൻസർ സർവൈവർ. ഞാൻ ക്യാൻസർ സർവൈവർ അല്ല. ക്യാൻസർ ട്രീറ്റ്മെന്റ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. 4th സ്റ്റേജ് ക്യാൻസർ ആണ്. ആദ്യം ക്യാൻസറൊക്കെ ബെറ്റർ ആയെന്ന് കരുതിയിരുന്നു. അപ്പം ഞാൻ സർവൈവർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ സർവൈവർ അല്ല, ഇപ്പോഴും ട്രീറ്റ്മെൻറ്റിലാണ്. RCCയിലെ ഡോക്ടർ രാജീവ് സാറിൻ്റെ ഇതിലാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ എന്താണ് എന്തെങ്കിലും? ആക്ച്വലി എൻ്റെ ഏറ്റവും വലിയൊരു മീൻസ് ഏറ്റവും നല്ല കാര്യം തന്നെ എന്നെ നോക്കുന്ന ഡോക്ടർ, അദ്ദേഹം കഥകളി ആർട്ടിസ്റ്റാണ്. അപ്പം പുള്ളി എപ്പോഴൊക്കെയാണോ സ്മിഷയ്ക്ക് ചെയ്യാമെന്ന് ആരോഗ്യം തോന്നുന്നത് അത് ചെയ്യാം. ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പോഴും എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ. ഞാൻ രാത്രി 3 മോർഫിന്, 8 മണിക്ക് വീണ്ടും മോർഫിൻ, 10 മണിക്ക് വീണ്ടും മോർഫിൻ, ലൈക്ക് മോർഫിൻ്റെ ഒരു പെയിൻ കില്ലേഴ്സിൻ്റെ കൂടെ പോകുന്നൊരു വ്യക്തിയാണ്. പക്ഷെ എനിക്ക് എൻ്റെ മോളെയും വെച്ചിട്ട് ഇങ്ങനെ ഒരു പെർഫോമൻസ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ വിഷമം തന്നെ എൻ്റെ ഡാൻസൊക്കെ നിന്ന് പോകുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ ഒരു 56 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താ പറയുക, ഇന്ന് ഈ വേദിയിൽ, ഈ സൂപ്പർ അമ്മയും മകളുടെയും ഈ ഒരു വേദിയിൽ വെച്ചിട്ട് നമ്മളെല്ലാവരും ഐ തിങ്ക് വി ഷുഡ് ഗിവ് എ ഹ്യൂജ് സ്റ്റാൻഡിങ് ഓവേഷൻ. സത്യം ഭയങ്കര ഇൻസ്പിറേഷനാണ്. യുനോ, ഞാൻ ഈ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു, ഓരോരോ അമ്മ ഇവിടെ വരുമ്പോൾ, മക്കൾ വരുമ്പോൾ ഒരുപാട് കാര്യം ഹൗ മെനി പീപ്പിൾ ആർ ഗെറ്റിംഗ് ഇൻസ്പയർഡ്. അത് ലൈക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു എന്താ പറയാ, ഒരു വലിയൊരു കാര്യമല്ല. ലെറ്റ്സ് ലീവ് അവർ ലൈഫ്, ഓരോരു മോമെന്റ് എൻജോയ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കാൻ പോണ ഒരു എന്താ പറയാ, ഒരു മെസ്സേജ്. താങ്ക് യു സോ മച്ച് സ്മിഷ. ആക്ച്വലി സത്യത്തിൽ എൻ്റെ അടുത്ത് എല്ലാവരും പറയും, ഈ വയ്യെങ്കിൽ വീട്ടിൽ അടങ്ങിയിരുന്നൂടെ. എന്തിന്? സത്യം. അപ്പം ഇപ്പൊ തന്നെ വീട്ടിൽ തന്നെയാണെങ്കിലും അവർക്കൊക്കെ എൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത്, ഇത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. പക്ഷെ ഡാൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ഇങ്ങനെ ഈ ഒരു ഫ്ലോറിൽ വരാൻ പറ്റിയപ്പോഴത്തേക്കില്ലേ, ഞാൻ വേറെ ഏതിലോ തന്നെ. എനിക്ക് ആക്ച്വലി ഉത്സവങ്ങളുടെ എൻ്റെ പ്രോഗ്രാം സീസണാണ്. എങ്കിലും ഞാനും മോളും ഇതിനു വേണ്ടി ടൈം കണ്ടെത്തി പ്രാക്ടീസ് ചെയ്തു. ഞാൻ വിചാരിച്ചു എത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കണം, അത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ട് ഞങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴും ഞാനിങ്ങനെ, എൻ്റെ മോനുണ്ട് അനന്തവും സേതുവും ഒക്കെ.